സ്റ്റൗട്ട് ഓഫ് സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു നാടൻ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ ഒരു മസാല തയ്യാറാക്കിയെടുക്കണം. അതിനു വേണ്ടി 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളിയാണിത്. പിന്നെ അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ടാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 8 ചുവന്നുള്ളി, ഒരു 8 വറ്റൽമുളക്, 3 പച്ചമുളക്, ഒരു ടീസ്പൂൺ വിനാഗിരി, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിന് വേണ്ടി 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഒരു ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയൊക്കെ ചിക്കനിൽ നല്ല രീതിയിൽ പിടിച്ചു വരണം. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം മാറ്റി വെക്കാം. അരമണിക്കൂറെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല തിളച്ച് വന്ന ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത് ചിക്കൻ. എന്നിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ പീസായിട്ട് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മുരിച്ചെടുക്കാം. ചിക്കൻ്റെ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് വളരെ ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ആ മസാലക്കൂട്ട് വളരെ ടേസ്റ്റിയാണ്. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ സൂപ്പറായിട്ടുണ്ടാവും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ബാക്കിയുള്ള ചിക്കൻ പീസും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.